നമസ്കാരം, മീറ്റിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. 2023-ലും 2024-ലും റോക്കറ്റ് പോലെ കുതിച്ച ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി പക്ഷെ 2025-ൽ ഒരു കറക്ഷനിലേക്ക് നീങ്ങി. ഈ വർഷം മാത്രം ഏകദേശം 14% നഷ്ടത്തിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓഹരി ഇടിയുന്നത് കണ്ട് പലരും പേടിക്കുമ്പോൾ ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത് ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നാണ്. ഇന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് നിലവിലെ വിലയിൽ നിന്നും 20% മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. നമുക്ക് ഏപ്രിൽ 10-ന് ആക്സിസ് സെക്യൂരിറ്റീസ് ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന ഓഹരിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഓഹരി വാങ്ങാൻ പറയുന്നത് എന്നും എന്തൊക്കെ റിസ്കുകൾ ഉണ്ട് എന്നും വാല്യുവേഷൻ എത്രയാണ് കണക്കാക്കിയിരിക്കുന്നതെന്നൊക്കെ വിശദമായിട്ട് നോക്കാം. ഒരു 23 പേജുള്ള റിപ്പോർട്ടിലാണ് ആക്സിസ് സെക്യൂരിറ്റീസ് ഇത് പ്രതിപാദിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വെറും 10 മിനിറ്റിനുള്ളിൽ മനസ്സിലാക്കാം. 1997-ൽ സ്ഥാപിതമായ ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ടെക് കമ്പനിയാണ്. ഇന്ത്യ, തെക്ക് കിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, US എന്നിവിടങ്ങളിലേക്ക് സേവനങ്ങൾ ഡെലിവറി ചെയ്യുന്ന കമ്പനി R&D ഹബുകളിലായി 3100-ലധികം പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്ന വൈവിധ്യമാർന്ന IP അധിഷ്ഠിത ടെക്നോളജി പ്ലാറ്റ്ഫോമായി വളർന്നിട്ടുണ്ട്. 30-ലധികം രാജ്യങ്ങളിലായി 350-ലധികം എന്റർപ്രൈസ് ക്ലയന്റുകൾക്ക് കമ്പനി സേവനം നൽകുന്നുണ്ട്. റീറ്റെയിൽ, ഹോൾസെയിൽ, ബാങ്കിംഗ്, ട്രഷറി, ക്യാപിറ്റൽ മാർക്കറ്റ്, പേയ്മെന്റുകൾ എന്നിവയ്ക്കായാണ് കമ്പനി സൊല്യൂഷനുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ വിപണനം, ഉപകരണങ്ങളുടെയും പ്രൊഡക്റ്റ് ലൈസൻസിന്റെയും വിപണനം, അതോടൊപ്പം ഉപകരണങ്ങളുടെയും പ്രൊഡക്റ്റ് ലൈസൻസിന്റെയും വിപണനം എന്നിവയാണ് പ്രധാനമായും ഇത് ചെയ്യുന്ന സർവീസുകൾ. ബാങ്കിംഗ് ആൻഡ് ഫിൻടെക്, ടെക്നോളജി ഇന്നോവേഷൻ ഗ്രൂപ്പ് എന്നിവയും ഇതിന്റെ സേവനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കോർപ്പറേറ്റ് ബാങ്കിംഗ് സ്യൂട്ടിൽ ഒരു ട്രാൻസാക്ഷൻ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമും ലെൻഡിംഗ് ബാങ്കിംഗ് പ്ലാറ്റ്ഫോമും അടങ്ങിയിട്ടുണ്ട്. iCash Pro Plus എന്നത് ഇതിന്റെ ട്രാൻസാക്ഷൻ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഓറിയോൺ പ്രോയുടെ സ്മാർട്ട് ലെൻഡർ എന്നത് സമഗ്രമായ ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെന്റ് സൊല്യൂഷൻസ് നൽകുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. ടെക്നോളജി ഇന്നോവേഷൻ ഗ്രൂപ്പ് വിഭാഗം സ്മാർട്ട് സിറ്റി, സ്മാർട്ട് മൊബിലിറ്റി, ഡാറ്റാ സെന്റർ, ഹൈബ്രിഡ് ക്ലൗഡ് സർവീസുകൾ തുടങ്ങിയവയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ഗവേണൻസും ചിട്ടയായ ആസൂത്രണവും വഴി നഗരങ്ങളെ സ്മാർട്ട് സിറ്റികളാക്കി മാറ്റാൻ അധികൃതരെ ഈ സ്മാർട്ട് സിറ്റി സൊല്യൂഷനുകൾ സഹായിക്കുന്നുണ്ട്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി കാലക്രമേണയുള്ള ഏറ്റെടുക്കലിലൂടെ വലിയ വളർച്ച കൈവരിച്ചു. US, UK, സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, തായ്ലാന്റ്, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിവിടങ്ങളിലെ സബ്സിഡിയറികളിലൂടെയും അഫിലിയേറ്റുകളിലൂടെയുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. തങ്ങളുടെ വിഷൻ 2030 റോഡ് മാപ്പ് പ്രകാരം IP അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിച്ചും US, യൂറോപ്പ് വിപണികളിൽ സാന്നിധ്യം ശക്തമാക്കിയും എല്ലാ സേവനങ്ങളിലും AI അധിഷ്ഠിത ഓട്ടോമേഷൻ നടപ്പിലാക്കിയും ഓരോ വിഭാഗത്തിലും ലോകത്തിലെ തന്നെ മികച്ച 3 കമ്പനികളിൽ ഒന്നാകാൻ ഓറിയോൺ പ്രോ ലക്ഷ്യമിടുന്നുണ്ട്. എന്തൊക്കെയാണ് കമ്പനിക്ക് കാണുന്ന വളർച്ചാ സാധ്യതകൾ നോക്കാം. ബാങ്കിംഗ് മേഖലയിലുള്ള ശ്രദ്ധേയമായ വളർച്ച തന്നെയാണ് ഇതിലെ ആദ്യത്തെ കാരണം. ഓറിയോൺ പ്രോയുടെ ബാങ്കിംഗ് ആൻഡ് ഫിൻടെക് വിഭാഗം 2025 സാമ്പത്തിക വർഷത്തെ വരുമാനത്തിന്റെ ഏകദേശം 54% സംഭാവന ചെയ്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ബാങ്കിംഗ്, ലെൻഡിംഗ്, ട്രഷറി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഡിജിറ്റൽ എൻഗേജ്മെന്റ്, പേയ്മെന്റ്സ് ആൻഡ് അഗ്രിഗേഷൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പ്ലാറ്റ്ഫോമുകൾ ഈ വിഭാഗത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വന്തം ഉടമസ്ഥതയിലുള്ള IP, മോഡുലാർ API അധിഷ്ഠിത സാങ്കേതിക വിദ്യ എന്നിവയിൽ അധിഷ്ഠിതമായതിനാൽ നിലവിലുള്ള ബാങ്കിംഗ് സംവിധാനങ്ങളുമായി ഇവ എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സാധിക്കും. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അതോടൊപ്പം ബാർക്ലേസ്, OCBC തുടങ്ങിയ പ്രമുഖ ബാങ്കുകളിലും തെക്ക് കിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങളിലും ഈ സൊല്യൂഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ സ്വന്തം സബ്സിഡിയറി വഴി ഓൺലൈൻ പേയ്മെന്റ് അഗ്രിഗേറ്ററായി പ്രവർത്തിക്കാൻ റിസർവ് ബാങ്കിൽ നിന്ന് കമ്പനിക്ക് അടുത്തിടെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്. TIG ഗ്രൂപ്പും വലിയ വളർച്ചാ സാധ്യത കാണുന്നുണ്ട്. കമ്പനിയുടെ ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗവൺമെന്റ് വിഭാഗം മൊത്തം വരുമാനത്തിന്റെ 46% സംഭാവന ചെയ്യുന്നത്. ട്രാൻസിറ്റ്, സ്മാർട്ട് സിറ്റി ആൻഡ് സ്മാർട്ട് മൊബിലിറ്റി, ഡാറ്റാ സെന്ററുകൾ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളിലായാണ് ഇത് പ്രവർത്തിക്കുന്നത്. TIG വിഭാഗത്തിലെ വരുമാനത്തിൽ 20 മുതൽ 30% ട്രാൻസിറ്റിൽ നിന്നും, 30 മുതൽ 40% ഡാറ്റാ സെന്ററുകളിൽ നിന്നും, 30% SCSMൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഈ രംഗത്ത് 2 പതിറ്റാണ്ടിലേറെ പരിചയസമ്പന്നരായ വിദഗ്ധരുടെ ഒരു വലിയ നിര തന്നെ കമ്പനിക്കുണ്ട്. വരും വർഷങ്ങളിൽ ഏകദേശം 100 മെഗാവാട്ടിന്റെ ശേഷിയുള്ള ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള കൺസൾട്ടിംഗ്, എക്സിക്യൂഷൻ കരാറുകൾ കമ്പനി ഇതിനകം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ഡാറ്റാ സെന്റർ മേഖലയിൽ അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള 350 കോടി രൂപയുടെ പ്രൊജക്ട് ഓറിയോൺ പ്രോയ്ക്ക് ലഭിച്ചിരുന്നു. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ മേഖലയിൽ കൂടുതൽ സ്വന്തം ഉൽപ്പന്നങ്ങളും IPകളും അവതരിപ്പിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ഇത് ലാഭവിഹിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കുമെന്ന്
ആക്സിസ് സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡാറ്റാ സെന്റർ ക്ലൗഡ് മേഖലയിലെ മികച്ച മുന്നേറ്റം TIG ബിസിനസിന് കരുത്തേകും. 2025 സാമ്പത്തിക വർഷത്തിൽ ഈ വിഭാഗം 46% വാർഷിക വരുമാന വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഇത് കമ്പനിയുടെ പ്രവർത്തന മികവിനെ അടിവരയിടുന്നു. ആഗോള എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ വിപണിയിൽ ഓറിയോൺ പ്രോ തങ്ങളുടെ സാന്നിധ്യം തന്ത്രപരമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മൊത്തം വരുമാനത്തിന്റെ 35% ലഭിക്കുന്നത് വിദേശ വിപണികളിൽ നിന്നാണ്. വിപണിയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി സെയിൽസ് ഇൻഫ്രാസ്ട്രക്ചറിലും വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലും കമ്പനി നിക്ഷേപം നടത്തുന്നുണ്ട്. എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ വിൽപ്പനയ്ക്ക് സാധാരണയായി കൂടുതൽ സമയമെടുക്കുമെങ്കിലും അടുത്ത ഏതാനും പാദങ്ങൾക്കുള്ളിൽ മികച്ച ഫലം ലഭിക്കുമെന്ന് മാനേജ്മെന്റ് വിശ്വസിക്കുന്നു. വലിയ ആഗോള ബാങ്കുകളെ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ പ്രമുഖ ആഗോള ഫിൻടെക് കമ്പനികളുമായുള്ള സാങ്കേതിക ലൈസൻസിംഗ് പങ്കാളിത്തത്തിലൂടെ ഉടൻ തന്നെ വരുമാനത്തിൽ വലിയ മുന്നേറ്റവും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകൾ, ട്രാൻസിറ്റ്, സ്മാർട്ട് മൊബിലിറ്റി, ഡാറ്റാ സെന്റർ എന്നീ മേഖലകളിലെ മുന്നേറ്റം കാരണം കമ്പനിയുടെ ഓർഡർ ബുക്ക് 23% വാർഷിക വളർച്ചയോടെ 1500 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. നിലവിലുള്ള ഉപഭോക്താക്കളിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള ഓർഡറുകൾ, ആഗോള തലത്തിലുള്ള കരാറുകൾ, കൂടാതെ മാസ്റ്റർ കാർഡ് പോലുള്ള പ്രമുഖ കമ്പനികളുമായുള്ള പങ്കാളിത്തം എന്നിവ വരും വർഷങ്ങളിലും കമ്പനിക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കും. ബാങ്കിംഗ്, ട്രാൻസിറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സെന്റർ സൊല്യൂഷൻ എന്നിവയിലുടനീളം പുതിയ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിനും നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ഓറിയോൺ പ്രോ തങ്ങളുടെ വരുമാനത്തിന്റെ 9 മുതൽ 10% ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നുമുണ്ട്. ഈ സ്ഥിരമായ നവീകരണ ശ്രമങ്ങൾ കമ്പനിയുടെ സാങ്കേതിക മേന്മ വർദ്ധിപ്പിക്കുകയും വരും കാലയളവിൽ വലിയ വളർച്ചാ അവസരങ്ങൾ നൽകുകയും ചെയ്യും. ആഗോള തലത്തിൽ തങ്ങളുടെ ഉൽപ്പന്ന ശേഖരം വിപുലീകരിക്കുന്നതിനായി ലാഭവിഹിതം വീണ്ടും ഗവേഷണ പ്രവർത്തനങ്ങളിൽ തന്നെ നിക്ഷേപിക്കാൻ മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. കൂടാതെ ഡാറ്റാ സെന്റർ ഡിസൈൻ, നടപ്പിലാക്കൽ എന്നിവയിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കമ്പനി ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ മേഖലയിലെ പുതിയ തന്ത്രപ്രധാനമായ പങ്കാളിത്തങ്ങൾ ഡാറ്റാ സെന്റർ രംഗത്തെ വർദ്ധിച്ചുവരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കമ്പനിയെ സഹായിക്കും. ഒപ്പം Arya.ai വഴിയുള്ള AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആഗോളതലത്തിൽ മികച്ച IP പോർട്ട്ഫോളിയോ കമ്പനി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, AI അധിഷ്ഠിത തീരുമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഇവയുടെ സംയോജിത സേവനങ്ങൾ അനുകരിക്കാൻ പ്രയാസമേറിയതും വിപണിയിൽ വേറിട്ട് നിൽക്കുന്നതുമാണ്. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, പേയ്മെന്റ്സ്, AI എന്നിവ ചേർന്ന ഈ IP അധിഷ്ഠിത ശൃംഖല ഓറിയോൺ പ്രോയെ ആഗോള തലത്തിൽ തന്നെ ഒരു കരുത്തുറ്റ പ്ലാറ്റ്ഫോമായി മാറ്റുകയും മികച്ച ലാഭക്ഷമതയും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ബിസിനസ് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇന്ത്യ, തെക്ക് കിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രമുഖ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു ഉപഭോക്തൃ ശൃംഖല ഓറിയോൺ പ്രോയ്ക്കുണ്ട്. ഇത് തന്നെയാണ് അടുത്ത നേട്ടം. ഇന്ത്യയിൽ HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ ഇവരുടെ iCash Pro Plus പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവർ സ്മാർട്ട് ലെൻഡറും മറ്റു വായ്പാ സേവനങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കിയോസ്കുകൾ, ഡിജിറ്റൽ പരിവർത്തനം എന്നീ മേഖലകളിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഫെഡറൽ ബാങ്ക്, IDBI ബാങ്ക് എന്നിവരും കമ്പനിയുമായി സഹകരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ UAEയിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, സിംഗപ്പൂരിലെ രണ്ടാമത്തെ വലിയ ബാങ്കായ OCBC, മലേഷ്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായ CIMB എന്നിവർ കമ്പനിയുടെ പ്രധാന ക്ലയന്റുകളാണ്. TIG വിഭാഗത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡൽഹി മെട്രോ, ചെന്നൈ മെട്രോ എന്നിവയിൽ നിന്ന് ഒന്നിലധികം ഘട്ടങ്ങളായുള്ള ടെൻഡറുകൾ കമ്പനി സ്വന്തമാക്കിയിരുന്നു. കാലിഫോർണിയ സ്റ്റേറ്റിനായി ട്രാൻസിറ്റ് സൊല്യൂഷനുകളും മെക്സിക്കോയിൽ ബസ് സംബന്ധമായ സാങ്കേതിക വിദ്യകളും ഓറിയോൺ പ്രോ നടപ്പിലാക്കിയിട്ടുണ്ട്. ഡാറ്റാ സെന്റർ മേഖലയിൽ ഇന്ത്യയിലെ പ്രമുഖരായ വെബ് വർക്സ്, അയൺ മൗണ്ടൻ എന്നിവരുമായി കമ്പനി പങ്കാളിത്തത്തിലാണ്. കൂടാതെ ഒഡീഷയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, IIT ഗുവാഹത്തി, ടാറ്റ പവർ എന്നിവർക്കായും വിവിധ പ്രൊജക്ടുകൾ കമ്പനി പൂർത്തിയാക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിലെ മാറ്റങ്ങളും ഉപഭോക്താക്കളുടെ മാറുന്ന ആവശ്യങ്ങളും ആഗോള ബാങ്കിംഗ് സോഫ്റ്റ്വെയർ രംഗത്ത് വലിയ വളർച്ചയ്ക്ക് കാരണമാകുന്നു. പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച സേവനം നൽകുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും ഉപയോഗിക്കുന്നത് ഈ വളർച്ചയുടെ പ്രധാന ഘടകങ്ങളാണ്. അതോടൊപ്പം ഡിജിറ്റൽ ബാങ്കിംഗ് സൊല്യൂഷനുകളിലേക്കുള്ള വേഗത്തിലുള്ള മാറ്റവും ക്ലൗഡ് അധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായ സേവനം നൽകാൻ കമ്പനിയെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡാറ്റാ സെന്റർ മേഖലയിലും ഡിസൈൻ കാര്യക്ഷമത, പ്രവർത്തന പരിപാലനം, ഊർജ്ജ ലാഭം എന്നിവ മെച്ചപ്പെടുത്താൻ AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രവണതകളെല്ലാം തന്നെ വിപണിയിലെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും AI അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്ന ഓറിയോൺ പ്രോ പോലുള്ള കമ്പനികൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ വളർച്ച ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് ബ്രോക്കറേജ് പറയുന്നു. വരുമാന കണക്കുകൾ നോക്കിയാൽ 2021-25 സാമ്പത്തിക വർഷങ്ങളിൽ കമ്പനിയുടെ വരുമാനം 33% വാർഷിക വളർച്ചയോടെ 2025-ൽ 1173 കോടി രൂപയിൽ എത്തിയിരുന്നു. സോഫ്റ്റ്വെയർ
സോഫ്റ്റ്വെയർ ലൈസൻസ് ബിസിനസ്സുകളിലെ വളർച്ചയാണ് ഇതിന് പ്രധാനമായും സഹായിച്ചിരിക്കുന്നത്. ഈ വളർച്ചാ നിരക്ക് തുടരാനാകുമെന്ന് മാനേജ്മെന്റ് വിശ്വസിക്കുന്നുണ്ട്. ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകളുടെ വ്യാപനം, ഏറ്റെടുക്കൽ, സ്മാർട്ട് മൊബിലിറ്റി, ഡാറ്റാ സെന്റർ സൊല്യൂഷനുകൾ എന്നിവയുടെ വളർച്ചയിലൂടെ 2025-28 കാലയളവിൽ വരുമാനത്തിൽ 26% വാർഷിക വളർച്ച ആക്സിസ് സെക്യൂരിറ്റീസും പ്രതീക്ഷിക്കുന്നുണ്ട്. 2021-25 കാലയളവിൽ കമ്പനി 30% എബിറ്റ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. പ്രവർത്തനക്ഷമതയും ചെലവ് കുറഞ്ഞ ബിസിനസ് മോഡലും വഴി 20%-ലധികം ലാഭവിഹിതം നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇത് 20 മുതൽ 22% എന്ന നിലയിൽ നിലനിർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്പനിയുടെ അറ്റാദായത്തിൽ മികച്ച പുരോഗതിയുണ്ട്. 15 മുതൽ 16% ലാഭവിഹിതം നിലനിർത്തുന്ന കമ്പനി വരും വർഷങ്ങളിലും ഇതേ പ്രകടനം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കടബാധ്യതകളില്ലാത്ത ബാലൻസ് ഷീറ്റും ശക്തമായ വരുമാന സ്രോതസ്സും ഉള്ളതിനാൽ കമ്പനി സാമ്പത്തികമായി ഭദ്രമായ നിലയിലാണ്. ഇത് ഭാവിയിലും തുടരുമെന്ന് കരുതപ്പെടുന്നു. ഉയർന്ന ലാഭവിഹിതവും ആസ്തികളുടെ കാര്യക്ഷമമായ ഉപയോഗവും കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 2 അക്കത്തിൽ തന്നെ തുടരുന്നുണ്ട്. ഇത് കമ്പനിയുടെ മികച്ച പ്രവർത്തനക്ഷമതയും കടബാധ്യത കുറഞ്ഞ ബാലൻസ് ഷീറ്റിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഓറിയോൺ പ്രോയുടെ വളർച്ചാ സാധ്യതകൾക്കൊപ്പം തന്നെ നിക്ഷേപർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന റിസ്ക് ഘടകങ്ങൾ കൂടി ആക്സിസ് സെക്യൂരിറ്റീസ് ചൂണ്ടിക്കാണിക്കുന്നു. ട്രാൻസാക്ഷൻ ബാങ്കിംഗ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ ആഗോളതലത്തിലെയും ഇന്ത്യയിലെയും മുൻനിര IT ഭീമന്മാരിൽ നിന്നും കമ്പനി കടുത്ത മത്സരം നേരിടുന്നുണ്ട്. കൂടാതെ ആഗോള സാമ്പത്തിക മാന്ദ്യം, പണപ്പെരുപ്പം, പലിശ നിരക്കിലെ മാറ്റങ്ങൾ തുടങ്ങിയ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപഭോക്താക്കളുടെ നിക്ഷേപ തീരുമാനങ്ങളെ വൈകിപ്പിച്ചേക്കാം. ബാങ്കിംഗ് മേഖലയിലെ സാങ്കേതിക വിദ്യകൾക്കായി ബാങ്കുകൾ ചിലവഴിക്കുന്ന തുകയിൽ കുറവ് വരുത്തുന്നതും കമ്പനി നടത്തുന്ന പുതിയ ഏറ്റെടുക്കൽ പ്രതീക്ഷിച്ച ലാഭം നൽകാതിരിക്കുന്നതും ഒരു വെല്ലുവിളി തന്നെയാണ്. ഇതിനെല്ലാം പുറമെ വലിയ ബാങ്കിംഗ് മെട്രോ പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം കമ്പനിയുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയും ഒരു പ്രധാന റിസ്ക് ഘടകമായി ബ്രോക്കറേജ് റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. 2021-25 കാലയളവിൽ വരുമാനത്തിൽ 33% വാർഷിക വളർച്ച കൈവരിച്ച കമ്പനി വരും വർഷങ്ങളിൽ മികച്ച പ്രകടനം തുടരും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രവർത്തനക്ഷമതയും ലാഭക്ഷമതയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 2028 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും വരുമാനത്തിലും അറ്റാദായത്തിലും യഥാക്രമം 25%, 23% വീത വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അനുകൂല ഘടകങ്ങൾ പരിഗണിച്ച് 2028 സാമ്പത്തിക വർഷത്തിലെ പ്രതീക്ഷിക്കുന്ന ഏർണിംഗ്സ് പെർ ഷെയറിന്റെ 16 ടൈംസ് മൂല്യം കണക്കാക്കി ഓരോ ഓഹരിക്കും 1065 രൂപ എന്ന ലക്ഷ്യവിലയോടെ മികച്ചൊരു ദീർഘകാല നിക്ഷേപ അവസരമായി ഓറിയോൺ പ്രോയെ ആക്സിസ് സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നു. നിലവിൽ 875 രൂപയിലാണ് ഓഹരി തുടരുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓഹരിക്ക് ആക്സിസ് നൽകുന്ന ടാർഗറ്റിലേക്ക് എത്താനുള്ള കാലിബർ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. ഓർക്കുക, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോക്കിൽ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ വിദഗ്ധരുടെ നിർദ്ദേശം തേടേണ്ടതാണ്.